പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 12. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് ഭൂചലനം അനുഭവപ്പെട്ടു. സൂറിൽ നിന്നും 51 കിലോമീറ്റർ അകലെ നോർത്ത് ഈസ്റ്റ് ഒമാൻ കടലിലാണ് ഇന്നലെ രാത്രി ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രതയിലും 2 കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം 8:51 ഭൂചലനം അനുഭവപ്പെട്ടത്. അൽഹംറയിലെ വാദി അൽ നഖർ ഹൈക്കിങ്ങിന് വൻ സ്വീകാര്യത. 100-ലധികം പെൺകുട്ടികൾ ഉൾപ്പെടെ ഹൈക്കിംഗ് പങ്കാളികളായതായി ദാഖിലിയ ഗവർണറേറ്റ് അധികൃതർ അറിയിച്ചു. മലമുകളിൽ 5 കിലോമീറ്ററായിരുന്നു ഹൈക്കിംഗ് ദൂരം. ബൗഷർ ബ്ലഡ് ബാങ്കിൽ അടിയന്തരമായി പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യണമെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. പ്ലേറ്റ്ലെറ്റ് ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ആവശ്യകത വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതരുടെ പൊതുജനങ്ങളോട് പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് രക്തത്തിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചു. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും നേരിട്ടെത്തി പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാം. വേനലവധി കഴിഞ്ഞ് സ്വദേശി വിദേശി സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ വിലവർധന ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പരിശോധന തുടരുന്നു. വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നത് ഒഴിവാക്കുന്നതിനും ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുകയും പരിശോധനയുടെ ലക്ഷ്യമാണ്. സ്കൂൾ ഉപകരണങ്ങൾ തേടിയെത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തിരക്ക് രാജ്യത്ത് ഹൈപ്പർ മാർക്കറ്റുകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും പ്രകടമായിരുന്നു. സ്വദേശി കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ള കച്ചവടമാണിപ്പോൾ കച്ചവട കേന്ദ്രങ്ങളിൽ. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കുന്നതിന് ഹൈപ്പർ മാർക്കറ്റുകളെല്ലാം ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം തെക്കൻ ഷർക്കിയ ഗവർണർ ഓഫീസുമായി സഹകരിച്ച് സൂർ മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഈ മാസം 18 മുതൽ ആഗസ്റ്റ് 18 വരെ തുടരുന്ന കടൽ കായിക ഉത്സവത്തിൽ വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. സൂറിലെ പ്രധാന ബീച്ചുകളിലൊന്നായ മോഖ കടൽ തീരത്താണ് ഫെസ്റ്റിവൽ വേദി. 2024 അറബ് ടൂറിസം തലസ്ഥാനമായി സൂറിനെ തിരഞ്ഞെടുത്തതിൻ്റെ കൂടി ഭാഗമായാണ് മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ. ഒമാൻ സെയിൽ ഫെസ്റ്റിവൽ അനുബന്ധ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കും. 4 വിഭാഗങ്ങളിലായി വ്യത്യസ്ത മത്സരങ്ങൾ അരങ്ങേറും. നീന്തൽ, സെയിലിംഗ്, ഇൽഖ ബോട്ട്, കൈറ്റ് സർഫിംഗ്, പരമ്പരാഗത വെള്ളം കളി തുടങ്ങിയവ മത്സരങ്ങളിൽ ചിലതാണ്. ഖരീഫ് സീസൺ പകുതി പിന്നിടുമ്പോൾ ദോഫാർ ഗവർണറേറ്റിലെത്തുന്നവരിൽ വർധന. ജൂൺ 21 ഔദ്യോഗിക ഖരീഫ് കാലം ആരംഭിച്ചതു മുതൽ ജൂലൈ 31 വരെയുള്ള ദിനങ്ങളിൽ 4 ലക്ഷത്തിലേറെ പേരാണ് സലാലയിലെത്തിയത്. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ സന്ദർശകരുടെ എണ്ണം 3,90,000 ആയിരുന്നു. 4.3% വർധന രേഖപ്പെടുത്തിയതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. ഖരീഫ് സഞ്ചാരികളിൽ കൂടുതൽ ഒമാനിൽ നിന്നുള്ളവരാണ്. 3 ലക്ഷത്തിലേറെ ഒമാനി സന്ദർശകരാണ് ഇതിനോടകം ദോഫാർ സന്ദർശിച്ചത്. 3% വർധനയുണ്ടായി. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ 59,000-ലധികവും 60,000-ലധികവുമായി ഉയർന്നു. മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇത്തവണ 40,000 ആണെങ്കിൽ കഴിഞ്ഞ വർഷം 40,000-ൽ കുറവായിരുന്നു. സഞ്ചാരികൾ വർദ്ധിച്ചതോടെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും വാടക വീടുകളിലും തിരക്ക് വർദ്ധിച്ചു. ബുറൈമി കലാ കായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് ബുറൈമിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ക്യാമ്പിൽ 35ഓളം പേർ രജിസ്റ്റർ ചെയ്യുകയും 24 പേർ രക്തദാതാക്കളാവുകയും ചെയ്തു. ബുറൈമി സനയ്യ മേഖലയിലെ സാമൂഹിക പ്രവർത്തകനായ അനുജ പ്രവീണിൽ നിന്നും രക്തം ശേഖരിച്ചുകൊണ്ടാണ് ക്യാമ്പ് ആരംഭിച്ചത്. രക്തദാതാക്കളായി മുന്നോട്ട് വന്ന മുഴുവൻ ആളുകളോടുള്ള നന്ദിയും ഭാവിയിൽ കൂടുതൽ വിപുലമായി രക്തദാന ക്യാമ്പ് നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ഒമാൻ ഹരിപ്പാട് കൂട്ടായ്മ അംഗങ്ങൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചു. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ കുടുംബങ്ങൾക്ക് ഒരു മഹാദുരന്തമായി മരണത്തിൻ്റെ നീരാളിപ്പിടിയിൽപ്പെട്ടുപോയ ജീവനുകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഹരിപ്പാട് കൂട്ടായ്മ ഒമാൻ അനുശോചന യോഗവും ജനറൽ ബോഡി യോഗവും പ്രസിഡന്റ് ബിജു കാനൂരിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി. ദുരന്തം അനുഭവിച്ച കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് കൂട്ടായ്മയുടെ കയ്യൊപ്പ് പതിപ്പിക്കുന്ന പിന്തുണ ഉണ്ടാകണമെന്നും അതിനുവേണ്ടിയുള്ള സഹായം നൽകാനും എല്ലാ അംഗങ്ങളും ചേർന്ന് തീരുമാനമെടുത്തു. ഒമാനിൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും ഒമാൻ തൊഴിൽ നിയമപ്രകാരം 1 വർഷം 30 ദിവസത്തെ വാർഷിക അവധിക്ക് അർഹതയുണ്ടെന്ന് ഉണർത്തി തൊഴിൽ മന്ത്രാലയം. ജോലിയിൽ പ്രവേശിച്ച 6 മാസത്തിനു ശേഷമാണ് വാർഷിക അവധി ലഭിക്കുക. എന്നാൽ അർഹരായ തൊഴിലാളികളുടെ അവധി 6 മാസത്തിലധികം നീട്ടിവെക്കാൻ പാടില്ലെന്നും തൊഴിൽ മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടു. സ്കൂൾ ബാഗ്
ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. സുഷുമ്നാ നാഡിയിൽ ഭാരം ചുമക്കുകയും ഇതുമൂലം ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നതായി തിരിച്ചറിഞ്ഞാണ് മന്ത്രാലയം നടപടി. വിഷയങ്ങൾ ഒരുമിച്ചുള്ള നോട്ട്ബുക്ക് കൊണ്ടുവരികയും ബാഗിന്റെ ഭാരം കുറയ്ക്കുകയും ചെയ്യും. 2 നോട്ട്ബുക്കുകളായിരിക്കും ഒരു കുട്ടിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കണമെന്ന രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘകാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നീക്കം. ഇതിന്റെ ഭാഗമായി വിവിധ ഗവർണറേറ്റുകളിൽ മന്ത്രാലയം നടത്തിയ പഠനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥിയുടെ ബാഗിന് 45 കിലോഗ്രാം വരെ ഭാരമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പാഠപുസ്തകങ്ങളും വെള്ളക്കുപ്പിയും ലഞ്ച് ബോക്സും ഉൾപ്പെടെയാണിത്. ഇത് വിദ്യാർത്ഥിയുടെ ശരീരഭാരത്തിന്റെ 15% വരും. ഹോംവർക്കുകളെങ്കിലും പേപ്പറിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഭാരം കുറയ്ക്കാൻ സാധിക്കും. ഒരു നോട്ട്ബുക്കിൽ 3-4 വിഷയങ്ങളുടെ ക്ലാസ് നോട്ട് എഴുതാൻ ഉപയോഗിച്ചാൽ ബുക്ക് വാങ്ങുന്നതിന്റെ ചെലവും ലാഭിക്കാം. അതേസമയം ട്രോളി സ്കൂൾ ബാഗുകൾ വാങ്ങുന്നത് ഒഴിവാക്കാനും രക്ഷിതാക്കളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. വർണ്ണനക്ഷത്രങ്ങൾ ഓരോന്നായി അടർന്നു വീഴുന്ന വിസ്മയ കാഴ്ചയ്ക്ക് ഇന്ന് രാജ്യം സാക്ഷിയാകും. അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ വരെയാണ് പാഴ്സി സൂയ് ഉൽക്ക വീഴുക. ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും ഇത് ദർശിക്കാനാകും. എല്ലാ വർഷവും ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 24 വരെ പെർസിയൂസിൽ നിന്ന് ഉൽക്കാവർഷം ഉണ്ടാകാറുണ്ട്. ഇത് ആഗസ്റ്റ് 12, 13 തീയതികളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകുമെന്ന പ്രത്യേകതയുണ്ട്. നക്ഷത്ര പകർച്ച എന്നാണ് പഴമക്കാർ ഇതിന് പേര് പറഞ്ഞിരുന്നത്. ഭൂമി ഉത്തരഗോളത്തിന് മുകളിലായി 1612 കണ്ടെത്തിയ ജിറാഫിന്റെ ആകൃതിയിലുള്ള മീലോ പാർഡാലിസ് എന്ന നക്ഷത്ര സമൂഹത്തിന് സമീപത്ത് നിന്നാണ് മെയ് 23-ന് ഉൽക്കാവർഷമുണ്ടായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും